So once again, welcome back to virtual teaching. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രൊജക്ട് മാനേജ്മെൻറ്റ് EDPയിലെ സെക്കൻഡ് മോഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് മോഡ്യൂളും ഫിഫ്ത്ത് മോഡ്യൂളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായി. വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം തന്നെ സെക്കൻഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് മോഡ്യൂളിൻ്റെ പേരാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൺട്രപ്രണേഴ്സ്. അപ്പോൾ ഓൺട്രപ്രണേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള 4 ക്ലാസിഫിക്കേഷൻസാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഇന്നോവേറ്റീവ് ഓൺട്രപ്രണേഴ്സ്, രണ്ടാമത്തെ അഡോപ്റ്റീവ് ഓർ ഇമിറ്റേറ്റിംഗ് ഓൺട്രപ്രണേഴ്സ്, ഫാബിയൻ ഓൺട്രപ്രണേഴ്സ് ആൻഡ് ഡ്രോൺ ഓൺട്രപ്രണേഴ്സ്. ഇതാണ് മെയിനായിട്ട് ക്യാഷ്വലായിട്ട് വരുന്ന 4 നോർമൽ ക്ലാസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് വണ്ണാണ് ഇന്നോവേറ്റീവ്. എന്താണ് ഇന്നോവേറ്റീവ് ഓൺട്രപ്രണേഴ്സ്? ഈസ് ബോൺ ഹു ഇൻട്രൊഡ്യൂസ് ന്യൂ ഗുഡ്സ് ആൻഡ് ബെറ്റർ കോമ്പിനേഷൻ ഓഫ് എൻ എൻ്റർപ്രൈസ്. അപ്പോൾ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ പുതിയ പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഓൺട്രപ്രണേഴ്സാണ് ഇന്നോവേറ്റീവ്. കണ്ടുപിടിക്കാൻ കൂടുതൽ താല്പര്യമുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ഓൺട്രപ്രണേഴ്സാണ് ഇന്നോവേറ്റീവ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെയാണ് അഡോപ്റ്റീവ് ഓർ ഇമിറ്റേറ്റിംഗ്. എന്താണത്? ദോസ് ഹു ഇമിറ്റേറ്റ് ദ സക്സസ്ഫുൾ ഇന്നോവേഷൻസ് മെയ്ഡ് ബൈ അതർ ഓൺട്രപ്രണേഴ്സ്. വേറെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സിൻ്റെ അവരുടെ ബിസിനസ് കണ്ട് അതുപോലത്തെ ഇമിറ്റേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് അഡോപ്റ്റീവ് അല്ലെങ്കിൽ ഇമിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്ത മൂന്നാമത്തേന് ഫാബിയൻ. ഫാബിയൻ വെച്ചാൽ എന്താണ്? ദി ഡസ് നോട്ട് ലൈക്ക് ടു ബ്രിങ് ന്യൂ ചേഞ്ച് ഓർ ടു അഡോപ്റ്റ് ന്യൂ മെത്തേഡ്. പുതിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ പുതിയ മെത്തേഡോ പുതിയ ടൈപ്പ് ഓഫ് പ്രൊഡക്ഷനോ അങ്ങനെ പുതിയതായ രീതികളൊന്നും അവർക്ക് കൊണ്ടുവരാൻ താല്പര്യമില്ല. അവരെങ്ങനെയാണോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ പോകാനേ അവർക്ക് താല്പര്യമുള്ളതാണ് ഫാബിയൻ. അത് ഡ്രോൺ. ദേ ഫോളോ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ. അവർ പണ്ടേ തൊട്ട് ഉപയോഗിച്ചിരുന്ന ആ ഒരു പ്രൊഡക്ഷൻ മെത്തേഡ്, ട്രഡീഷണൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ മെത്തേഡ് മാത്രം ഉപയോഗിച്ച് അവരുടെ പ്രൊഡക്ഷൻ നടത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള ഓൺട്രപ്രണേഴ്സാണ് ഡ്രോൺ ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 4 ക്ലാസിഫിക്കേഷൻസ് മനസ്സിലായല്ലോ. ഈ നെക്സ്റ്റ് ആണ് അതർ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഓൺട്രപ്രണേഴ്സ്. ഇനി ഇതൊന്നല്ലാണ്ട് ചില ബേസിസിൻ്റെ പേരിൽ അല്ലെങ്കിൽ എന്താ പറയുക, ചില നമ്മൾ കാറ്റഗറീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇനി നമുക്ക് ഓൺട്രപ്രണേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ലൈക്ക് ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് ബിസിനസ്സിൻ്റെ ടൈപ്പ് അനുസരിച്ച്, അല്ലെങ്കിൽ ടെക്നോളജിയുടെ യൂസ് അനുസരിച്ച്, മോട്ടിവേഷൻ അനുസരിച്ച്, ഗ്രോത്ത് അനുസരിച്ച്, അതേപോലെ തന്നെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, അങ്ങനെയുള്ള കുറച്ച് ബേസിസിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഓൺട്രപ്രണേഴ്സിനെ എഗെയിൻ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഒന്നാമത്തെയാണ് ടൈപ്പ് ഓഫ് ബിസിനസ്സിൻ്റെ ടൈപ്പ് അനുസരിച്ച് നമുക്ക് ഓൺട്രപ്രണേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെയാണ് ബിസിനസ് ഓൺട്രപ്രണേഴ്സ്. അപ്പോൾ ആരാണ് ബിസിനസ് ഓൺട്രപ്രണേഴ്സ് നോക്കാം. ദേ ഹാവ് ഐഡിയാസ് ഓഫ് എ ന്യൂ പ്രൊഡക്റ്റ് ഓർ സർവീസ് ആൻഡ് സ്റ്റാർട്ട് എ ബിസിനസ് ടു മെറ്റീരിയലൈസ് ഹിസ് ഐഡിയാസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓൺട്രപ്രണേഴ്സിന് സ്വന്തമായിട്ട് അവർക്ക് പുതിയ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ പുതിയ സർവീസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഐഡിയാസൊക്കെ മനസ്സിലുണ്ടാവും. ആ ഐഡിയാസ് വെച്ചേക്ക് എന്ത് ചെയ്യുക, അദ്ദേഹം ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അടുത്താണ് ട്രേഡിംഗ് ഓൺട്രപ്രണേഴ്സ്. They undertake a trading activity and it's not concerned with manufacturing activity. ട്രേഡിംഗ് ആക്ടിവിറ്റി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, അതാണ് ട്രേഡിംഗ് ഓൺട്രപ്രണേഴ്സിന് പ്രത്യേകത. അവരൊരിക്കലും മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഒന്നും അവർ മൈൻഡ് ചെയ്യുന്നില്ല. അടുത്താണ് ഇൻഡസ്ട്രിയൽ ഓൺട്രപ്രണേഴ്സ്. ദേ ആർ മാനുഫാക്ചേഴ്സ്. അപ്പോൾ എന്താണ് ഇൻഡസ്ട്രിയൽ ഓൺട്രപ്രണേഴ്സ് വെച്ച് എന്താണ്, അവർ മാനുഫാക്ചേഴ്സാണ്. അവർ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഓൺട്രപ്രണേഴ്സാണ്. ദേ മാനുഫാക്ചർ ദ പ്രൊഡക്റ്റ് ആൻഡ് സാറ്റിസ്ഫൈ കസ്റ്റമർ നീഡ്. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ, നീഡ് അനുസരിച്ച് അങ്ങനെയുള്ള പ്രൊഡക്ട്സുകൾ മാനുഫാക്ചർ ചെയ്യുക, അതാണ് ഇൻഡസ്ട്രിയൽ ഓൺട്രപ്രണേഴ്സിൻ്റെ ഉദ്ദേശം. അടുത്താണ് കോർപ്പറേറ്റ് ഓൺട്രപ്രണേഴ്സ്. ദേ പ്ലാൻ, ഡെവലപ്പ് ആൻഡ് മാനേജ് എ കോർപ്പറേറ്റ് എൻ്റർപ്രൈസ് ലൈക്ക് എ കമ്പനി. ഈ കോർപ്പറേറ്റ് ഓൺട്രപ്രണേഴ്സ് വെച്ച് എന്താണ്, അവർ സാധാ ചെറിയ ബിസിനസ് ഫേംസ് അല്ല സ്റ്റാർട്ട് ചെയ്യുക, അവരൊരു കമ്പനി പോലെ തുടങ്ങിയിട്ട് ആ ഒരു കമ്പനി പ്ലാൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് മാനേജ് ചെയ്യുക, അതാണ് അവരുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം. അടുത്ത അഗ്രികൾച്ചറൽ ഓൺട്രപ്രണേഴ്സ്. ദേ അണ്ടർടേക്ക് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്. ഒരു ബിസിനസ് പോലെ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് നടത്തുകയാണെങ്കിൽ അതാണ് അഗ്രികൾച്ചറൽ ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്താണ് റീറ്റെയിൽ ഓൺട്രപ്രണേഴ്സ്. ദേ പ്രൊമോട്ട് ആൻഡ് ഓപ്പറേറ്റ് എ റീറ്റെയിൽ ബിസിനസ്. ഒരു റീറ്റെയിൽ ബിസിനസ് പ്രൊമോട്ട് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് റീറ്റെയിൽ ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്താണ് ഇനി സർവീസ് ഓൺട്രപ്രണേഴ്സ്. They provide various type of service activities with the intention of earning income in the form of fees, remuneration, etc. അപ്പോൾ എന്താണ്, സർവീസ് ആക്ടിവിറ്റീസിനെ ഒരു ബിസിനസ് പോലെ സർവീസ് ആക്ടിവിറ്റീസിനെ കണ്ടിട്ട് അത് നടത്തി അവരെന്ത് ചെയ്യുന്നു, ഇൻകം ഏൺ ചെയ്യുന്നു ഇൻ ദ ഫോം ഓഫ് ഫീസ്, റെമ്യൂണറേഷൻ, എക്സെട്ര. ഓക്കെ, അടുത്താണ്. അപ്പോൾ ഇത്രയാണ് ടൈപ്പ് ഓഫ് ബിസിനസ്സിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് ഇനി ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെക്നോളജി. ടെക്നോളജിയുടെ യൂസ് അനുസരിച്ച് നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ നോക്കാം.
അപ്പോൾ യൂസ് ഓഫ് ടെക്നോളജി നമുക്ക് മെയിനായിട്ട് 5 ടൈപ്പ് ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. ഒന്നാമത്തെ ടെക്നിക്കൽ, രണ്ടാമത്തെ നോൺ ടെക്നിക്കൽ, മൂന്നാമത്തെ പ്രൊഫഷണൽ, നാലാമത്തെ ഹൈടെക് ഓൺട്രപ്രണേഴ്സ്, അഞ്ചാമത്തെ ലോ ടെക്. ഫസ്റ്റ് വൺ ആണ് ടെക്നിക്കൽ. ദേ ഹാവ് ഗ്രേറ്റ് സ്കിൽ ഇൻ പ്രൊഡക്ഷൻ ടെക്നിക്സ്. പ്രൊഡക്ഷൻ ടെക്നിക്സിൽ നല്ല സ്കില്ലുള്ളവരാണ് ടെക്നിക്കൽ ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഹി കോൺസെൻട്രേറ്റ് മോർ ഓൺ പ്രൊഡക്ഷൻ ദാൻ മാർക്കറ്റിംഗ്. ഇവർ ഏറ്റവും കൂടുതൽ ടെക്നിക്കൽ ഓൺട്രപ്രണേഴ്സ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് എവിടെയായിരിക്കും? പ്രൊഡക്ഷനിലായിരിക്കും, അല്ലാണ്ട് മാർക്കറ്റിങ്ങിലായിരിക്കില്ല. അടുത്താണ് നോൺ ടെക്നിക്കൽ. ദേ ആർ കൺസേൺ അബൌട്ട് ഡെവലപ്പിംഗ് ഓൾട്ടർനേറ്റീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ടു പ്രൊമോട്ട് ദ ബിസിനസ്. അപ്പോൾ ഇവരെപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും? മാർക്കറ്റിംഗ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇതല്ലെങ്കിൽ വേറെ രീതിയിലൂടെ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാം. മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് നോൺ ടെക്നിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തേന് പ്രൊഫഷണൽ. ദേ ആർ ഡൈനാമിക് ആൻഡ് ഇൻട്രസ്റ്റഡ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് എ ബിസിനസ് എൻ്റർപ്രൈസ് ബട്ട് നോട്ട് ഇൻട്രസ്റ്റഡ് ടു മാനേജ് ആൻഡ് ഓപ്പറേറ്റ്. അപ്പോൾ ഈ പ്രൊഫഷണൽ ഓൺട്രപ്രണേഴ്സ് എന്ന് വെച്ചാൽ വളരെ ഡൈനാമിക് ആയിരിക്കും. അവരാകെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എന്താണ്? ബിസിനസ് എൻ്റർപ്രൈസ്, ഒരു ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുക എന്നത് അവർക്ക് താല്പര്യമുള്ള കാര്യമാണ്. പക്ഷേ അത് നടത്തിക്കൊണ്ട് പോവുക, അത് മാനേജ് ചെയ്യുക, ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് അവർക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അതാണ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഹൈടെക്. ഹൈടെക് എന്താണ്? ദേ ആർ concerned with the application of high technology in respect of production of ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ ഹൈ ടെക്നോളജി, ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി തന്നെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് ഹൈടെക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലോ ടെക് എന്താണ്? ദ ഡസ് നോട്ട് ലൈക്ക് ഹൈടെക് ടെക്നോളജി ആൻഡ് ഓൾവേസ് ലൈക്ക് ടു യൂസ് ലോ ടെക്നോളജി. അവർക്ക് ഹൈടെക് ടെക്നോളജി ഉപയോഗിക്കാൻ താല്പര്യമൊന്നുമില്ല, പഴയ ലോ ടെക് ടെക്നോളജി തന്നെ യൂസ് ചെയ്ത് ബിസിനസ് നടത്താനാണ് അവർക്ക് താല്പര്യം. അതാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് ടെക്നോളജി. അടുത്താണ് ഇനി ഓൺ ദ ബേസിസ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷനിൽ മെയിനായിട്ട് 4 ഉള്ളത്. പ്യുവർ, ഇൻഡ്യൂസ്ഡ്, മോട്ടിവേറ്റഡ്, സ്പോണ്ടേനിയസ്. ഫസ്റ്റ് ആണ് പ്യുവർ ഓൺട്രപ്രണേഴ്സ്. അതാണ് ഹി അണ്ടർടേക്ക് ദ ബിസിനസ് ഫോർ ഹിസ് ഓൺ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഫോർ പ്രോഫിറ്റ്. അപ്പോൾ എന്താണ് അദ്ദേഹം ഈ ഒരു പ്യുവർ ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആകെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയായിരിക്കും? ഈ പറയുന്ന സൈക്കോളജിക്കൽ അല്ലെങ്കിൽ എക്കണോമിക് റിവാർഡ്, സ്വന്തം സാറ്റിസ്ഫാക്ഷൻ, അത് മാത്രമേ അദ്ദേഹം നോക്കുന്നുള്ളൂ. അപ്പോൾ ഓൺ സാറ്റിസ്ഫാക്ഷനും അതേപോലെ തന്നെ പ്രോഫിറ്റ് ഏൺ ചെയ്യുക, അതിനുവേണ്ടി നടത്തുന്ന ഒരു ഓൺട്രപ്രണർ ആണെങ്കിൽ അദ്ദേഹത്തിന് വിളിക്കുന്ന പേരാണ് പ്യുവർ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇൻഡ്യൂസ്ഡ്. ദേ ആർ ദ വൺ ഹു ഗെറ്റ് ഇൻഡ്യൂസ്ഡ് ബൈ വേരിയസ് ഇൻസെൻറ്റീവ്സ്, ഫെസിലിറ്റീസ് ആൻഡ് സബ്സിഡീസ്. അപ്പോൾ ഇവരെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പ്രലോഭിച്ചത് എന്താണ്? അവർക്ക് ആ ഒരു ബിസിനസ്മാൻ ഇത്രയും ഫെസിലിറ്റീസ് കിട്ടും, അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സ് കിട്ടും, സബ്സിഡീസ് കിട്ടും എന്നൊക്കെ അറിഞ്ഞപ്പോഴാണ് ഇൻഡ്യൂസ്ഡായി, അല്ലെങ്കിൽ എന്താ പറയുക, അവർക്കൊരു പ്രചോദനമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വന്നത്. മോസ്റ്റ് ഓഫ് ദ ഓൺട്രപ്രണേഴ്സ് ബിലോങ് ടു ദിസ് കാറ്റഗറി. ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്തിനു വേണ്ടിയാണ്? പ്രോഫിറ്റ് ഏൺ ചെയ്യാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് തന്നെയായിരിക്കും എല്ലാവരും ഈ ഒരു ഫീൽഡിലേക്ക് വരിക. അപ്പോൾ മിക്ക ഓൺട്രപ്രണേഴ്സും ആ ഒരു കാറ്റഗറിയിൽ പെട്ടതാണ്. അടുത്ത മോട്ടിവേറ്റഡ്. Such entrepreneurs are motivated by the chance of producing and marketing a new product for the use of customers. അപ്പോൾ എന്താണ്, ഒരു നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് കസ്റ്റമറിൻ്റെ യൂസ് അനുസരിച്ച്, കസ്റ്റമേഴ്സ് ഡിമാൻഡ് അനുസരിച്ച് ഒരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനെ മോട്ടിവേറ്റ് ആയി വരുന്ന ഓൺട്രപ്രണേഴ്സാണ് മോട്ടിവേറ്റഡ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്താണ് സ്പോണ്ടേനിയസ്. സ്റ്റാർട്ട്സ് എ ബിസിനസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹിസ് നാച്ചുറൽ ടാലൻറ്റ്. സ്വന്തം ജനിച്ചപ്പോൾ തൊട്ടുള്ള ടാലൻറ്റ്, ഇമ്പോൺ ആയിട്ട് വരുന്ന ആ ഒരു ഇനിഷ്യേറ്റീവ്സും ടാലൻറ്റും ഉപയോഗിച്ച് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഓൺട്രപ്രണർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മോട്ടിവേഷൻ്റെ ബേസിസിൽ വരുന്നത്. അടുത്തതാണ് ഓൺ ദ ബേസിസ് ഓഫ് ഗ്രോത്ത്. ഗ്രോത്തിൽ 2 ടൈപ്പേ ഉള്ളൂ, ഗ്രോത്തും ഉണ്ട്, സൂപ്പർ ഗ്രോത്തും ഉണ്ട്. എന്താണ് ഗ്രോത്ത്? ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ടേക്കിംഗ് ഓഫ് ന്യൂ ഗ്രോത്ത് ആൻഡ് ഹാഡ് എ ബ്രൈറ്റ് പ്രോസ്പെക്റ്റ്. അവർക്ക് പുതിയ ഗ്രോത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അതിലൂടെ അവർ നല്ല രീതിയിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സൂപ്പർ ഗ്രോത്ത് എന്നാണ് ഹി ലൈക്സ് ടു ബ്രിങ് സൂപ്പർ ഗ്രോത്ത് ഓഫ് പെർഫോമൻസ് ഇൻ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്. അദ്ദേഹത്തിന് സാധാ പോലെ ഗ്രോ ചെയ്താൽ പോരാ, സൂപ്പർ ഗ്രോത്തായിട്ട് ഗ്രോ ചെയ്ത് അതായത് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിലേക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അതാണ് സൂപ്പർ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ നെക്സ്റ്റ് ആണ് ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റ് ബേസിസിൽ നമുക്ക് ഇതിനെ 3 ക്ലാസ്സുകൾ ചെയ്യാം. ഫസ്റ്റ് ജനറേഷൻ, മോഡേൺ, ക്ലാസിക്കൽ. അപ്പോൾ എന്താണ് ഫസ്റ്റ് ജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹീ ഈസ് എ ഇന്നോവേറ്റർ ഹു സ്റ്റാർട്ട് ദ ബിസിനസ് ബൈ കമ്പൈൻ ഡിഫറെൻറ്റ് ടെക്നോളജി. ആ ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഇദ്ദേഹമായിരിക്കും. അതും നമ്മുടെ നിലവിലുള്ള പല ടെക്നോളജീസും ഒന്നിച്ച് കൂട്ടിയായിരിക്കും ഇങ്ങനെയുള്ളൊരു ബിസിനസ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ മോഡേൺ ഓൺട്രപ്രണർ ആരാണ്?
ദേ സ്റ്റാർട്ട് ദ ബിസിനസ് വിച്ച് സ്യൂട്ട് ദ കറണ്ട് മാർക്കറ്റിംഗ് നീഡ്സ്. ഇപ്പോഴത്തെ മാർക്കറ്റ് നീഡ് എന്താണോ അതനുസരിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് മോഡേൺ ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോവിഡ് സിറ്റുവേഷനാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വേണ്ടത് മാസ്കും സാനിറ്റൈസറാണ്. അപ്പോൾ അങ്ങനെയുള്ള ബിസിനസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവർ, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോഡേൺ ഓൺട്രപ്രണർ. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് നീഡ് അനുസരിച്ച് ബിസിനസ് തുടങ്ങുക. അടുത്താണ് ക്ലാസിക്കൽ. ഹിസ് മെയിൻ എയിം ഇസ് ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ് ബൈ സാറ്റിസ്ഫൈങ് ദ കസ്റ്റമർ നീഡ്. അപ്പോൾ ക്ലാസിക്കൽ വെച്ച് എന്താണ്? ഇവിടെ അദ്ദേഹത്തിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, കസ്റ്റമേഴ്സിൻ്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്തിട്ട്, ഓരോ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക. അതാണ് ക്ലാസിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ദ ബേസിസ് ഓഫ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ്. അടുത്താണ് ഓൺ ദ ബേസിസ് ഓഫ് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ. ഇനി സ്കെയിൽ ഓഫ് ഓപ്പറേഷനിൽ മെയിനായിട്ട് 3 ടൈപ്പ് ഉള്ളത്. ഒന്നാമത്തെ സ്മോൾ സ്കെയിൽ, രണ്ടാമത്തെ മീഡിയം സ്കെയിൽ, മൂന്നാമത്തെ ലാർജ് സ്കെയിൽ. എന്താണ് സ്മോൾ സ്കെയിൽ? ദേ സക്സസ്ഫുള്ളി ക്യാരി ഔട്ട് ബിസിനസ് ഇൻ സ്മോൾ സ്കെയിൽ ആൻഡ് ഏൺ സ്മോൾ പ്രോഫിറ്റ്. ആ ഒരു സ്മോൾ സ്കെയിലിൽ തന്നെ ബിസിനസ് നല്ല രീതിയിൽ ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിൽ നിന്ന് ചെറിയ ചെറിയ ഏർണിങ്സ് ഉണ്ടാക്കും. ഇനി മീഡിയം സ്കെയിൽ എന്താണ്? ദേ ക്യാരി ബിസിനസ് ഇൻ മീഡിയം സ്കെയിൽ, ദാറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ ലാർജ് ആൻഡ് സ്മോൾ സ്കെയിൽ. ഭയങ്കര ലാർജ് സ്കെയിലല്ല, എന്നാൽ ചെറിയൊരു ബിസിനസ് അല്ല, അതിൽ മീഡിയം നിൽക്കുന്ന ഒരു ബിസിനസ് ടൈപ്പാണ് മീഡിയം സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ലാർജ് സ്കെയിൽ എന്താണ്? ദേ സ്റ്റാർട്ട് ആൻഡ് ഓപ്പറേറ്റ് ബിസിനസ് ഇൻ ലാർജ് സ്കെയിൽ. നല്ല രീതിയിൽ എക്സ്പാൻഷനോടെ അല്ലെങ്കിൽ നല്ല രീതിയിലേക്കും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ലാർജ് സ്കെയിൽ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് ലാർജ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ടൈപ്പിലാണ് ഓൺട്രപ്രണേഴ്സിൻ്റെ ഉള്ളത്. ഓക്കെ, ഈ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓൺട്രപ്രണേഴ്സ് ആൻഡ് ഇൻട്രപ്രണേഴ്സ്. അപ്പോൾ ഇൻട്രപ്രണേഴ്സിൻ്റെയും ഓൺട്രപ്രണേഴ്സിൻ്റെയും ഡിഫറൻസ് നോക്കാൻ പോവാണ്. ഫസ്റ്റ് പോയിന്റ് ആണ് ഡിപ്പെൻഡൻസ്. ഓൺട്രപ്രണേഴ്സ് എന്താണ്? ഹീ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഇൻ എവറി ടാസ്ക് ഹി അണ്ടർടേക്സ്. അദ്ദേഹം ചെയ്യുന്ന എല്ലാ ടാസ്കും അദ്ദേഹം എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്, ആരും തന്നെ ആശ്രയിക്കുന്നില്ല. എന്നാൽ ഇൻട്രപ്രണേഴ്സ് എന്താണ്? ഹീ ഈസ് ടോട്ടലി ഡിപ്പെൻഡ് ഓൺ ദ ഓർഗനൈസേഷൻ ഇൻ വിച്ച് ഹീ ഈസ് വർക്കിംഗ്. അദ്ദേഹം വർക്ക് ചെയ്യുന്ന ആ ഒരു ഓർഗനൈസേഷനിൽ ഫുള്ളായിട്ട് അദ്ദേഹം എന്താണ്? ഡിപ്പെൻഡൻ്റ് ആണ്. ഇനി അടുത്തതാണ് ഫിനാൻസ്. ഹി ഹിംസെൽഫ് റേസ് ദ ഫണ്ട് റിക്വയർഡ് ഫോർ ദ എൻ്റർപ്രൈസ്. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ബിസിനസ്സിന് വേണ്ടിയുള്ള ഫണ്ട് എല്ലാം റേസ് ചെയ്യണം എന്താണ്? അദ്ദേഹം തന്നെയാണ്. ഫണ്ട് ആർ നോട്ട് റേസ്ഡ് ബൈ ഹിം, ഹി യൂസ് ദ ക്യാപിറ്റൽ റേസ്ഡ് ബൈ ഹിസ് കമ്പനി. ഇൻട്രപ്രണേഴ്സിന് ഫണ്ട് റേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കമ്പനി റേസ് വെച്ചേക്കണം ക്യാപിറ്റലും അദ്ദേഹത്തിന് യൂസ് ചെയ്താൽ മാത്രം മതി. അടുത്ത ഹി ബിയേഴ്സ് ദ എൻറ്റയർ റിസ്ക് ഇൻവോൾവ് ഇൻ ദ ബിസിനസ്. ആ ഒരു ബിസിനസ്സിലെ എല്ലാ റിസ്ക്കും വഹിക്കേണ്ടത് എൻട്രപ്രണർ തന്നെയാണ്. എന്നാൽ ഇവിടെ എന്താണ്? അദ്ദേഹത്തിന് ഫുള്ളി ഒന്നും എന്താണ് ആ റിസ്ക് ബിയർ ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല, കാരണം അദ്ദേഹം ഒരു എംപ്ലോയി മാത്രമാണ്. അടുത്ത ഹി ഓപ്പറേറ്റ് ഫ്രം ഔട്ട്സൈഡ്. എപ്പോഴും ഈ ഓൺട്രപ്രണേഴ്സ് എന്താണ്? ബിസിനസ്സിനുള്ളിൽ വർക്ക് ചെയ്യുന്ന ആളല്ല, അദ്ദേഹം പുറത്തുനിന്നായിരിക്കും ഫുൾ ഓപ്പറേറ്റ് ചെയ്യുക. പക്ഷേ ഇപ്പുറത്താണെങ്കിൽ എന്താണ്? ഹി ഓപ്പറേറ്റ്സ് ഫ്രം വിത്തിൻ ദ ഓർഗനൈസേഷൻ ഇറ്റ്സെൽഫ്. ഓർഗനൈസേഷനുള്ളിൽ തന്നെ ആയിരിക്കും അദ്ദേഹം വർക്ക് ചെയ്യുക. ഹി ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് ഇൻസ്പയറിംഗ് അതേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. ഒരിക്കലും അദ്ദേഹത്തിന് ഓർഗനൈസേഷനുള്ള ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഹി ഈസ് ആൻ ഇൻസ്പിറേഷൻ ടു അതേഴ്സ് ആസ് ഹി സെർവ് ആസ് എ ചാമ്പ്യൻ ടു അതേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. പക്ഷേ ഒരു എൻ്റർപ്രണറിനാണെങ്കിൽ എന്താണ്? അദ്ദേഹത്തിന് വേണമെങ്കിൽ ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്താണ് എന്താണ് ടെക്നോപ്രണേഴ്സ്. ആർ ടെക്നോപ്രണേഴ്സ്? ദേ ആർ ഓൺട്രപ്രണേഴ്സ് ഹൂ ഈസ് ലൈക്ക് ടെക്നോളജി, ക്രിയേറ്റീവ്, ഇന്നോവേറ്റീവ് ആൻഡ് ഡൈനാമിക്. ടെക്നോളജി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അതേപോലെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, അതേപോലെ ഇന്നോവേറ്റീവ്, പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആൾക്കാർ, വളരെ ഡൈനാമിക്, ചേഞ്ചിങ് ആയിട്ടുള്ള ഇവരെയൊക്കെ വിളിക്കുന്ന പേരാണ് ടെക്നോ ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്താണ് കൾച്ചറൽ ഓൺട്രപ്രണേഴ്സ്. ആരാണ് കൾച്ചറൽ ഓൺട്രപ്രണേഴ്സ്? ദേ ആർ കൾച്ചറൽ ചേഞ്ച് ഏജൻറ്റ് ഹു ഓർഗനൈസ് കൾച്ചറൽ, ഫിനാൻഷ്യൽ ആൻഡ് സോഷ്യൽ ഇൻ ഓർഡർ ടു ജനറേറ്റ് റവന്യൂ ഫ്രം ദീസ് കൾച്ചറൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ പറയുന്ന കൾച്ചറൽ ചേഞ്ച് കൊണ്ടുവരുന്ന ഏജൻറ്റ്സ് അവരെന്ത് ചെയ്യുന്നു? ഈ കൾച്ചറിലും ഈ ഫിനാൻഷ്യൽ, സോഷ്യൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് റവന്യൂ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ കൾച്ചറൽ ആക്ടിവിറ്റീസിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് കൾച്ചറൽ ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്താണ് ഇൻ്റർനാഷണൽ ഓൺട്രപ്രണേഴ്സ്. അവർ ആരൊക്കെയാണ്? ദ പ്രോസസ് ഓഫ് ഓൺട്രപ്രണേഴ്സ് കണ്ടക്റ്റിംഗ് ബിസിനസ് ആക്ടിവിറ്റീസ് അക്രോസ് ദ നാഷണൽ ബൗണ്ടറീസ്. നമ്മുടെ നാഷണൽ ബൗണ്ടറീസിൻ്റെ പുറത്തു നിന്നും ബിസിനസ് ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഇൻ്റർനാഷണൽ. നമ്മുടെ നേഷണൽ മാത്രം ഒതുങ്ങിക്കാണ്ട് വേറെ രാജ്യങ്ങളിലേക്ക് ഒരു ബിസിനസ് എക്സ്പാൻഡ് ആയിട്ടുണ്ടെങ്കിൽ അതാണ് ഇൻ്റർനാഷണൽ ഓൺട്രപ്രണർ. അടുത്ത എക്നോപ്രണേഴ്സ് എന്താണത്? ദേ ആർ ഓൾസോ നോൺ ആസ് ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പ്. ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ വിളിക്കും. ദേ അണ്ടർടേക്ക് എൻവയോൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റി അലോങ് വിത്ത് ഗോൾ ഓഫ് ഓൺട്രപ്രണർ. അപ്പോൾ അവരുടെ എൻ്റർപ്രൈസ് കൊണ്ടു നടക്കുമ്പോൾ അവർക്കുള്ള ഗോളിൻ്റെ ഒപ്പം തന്നെ എൻവയോൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റിയും കൂടി
കൂടെ കൊണ്ടുനടക്കുന്നവരാണ് എക്കോപ്രണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് വുമൺ ഓൺട്രപ്രണേഴ്സ്. ഈ വുമൺ ഓൺട്രപ്രണർഷിപ്പ് എന്ന ടോപ്പിക്കിന് ഉറപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആരാണ് ഈ വുമൺ ഓൺട്രപ്രണർ? വുമൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് വുമൺ ഹു ഇനിഷ്യേറ്റ്, ഓർഗനൈസ് ആൻഡ് റൺ എ ബിസിനസ്. ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വുമൺ കൂടി ഒന്നിച്ച് ഇനിഷ്യേറ്റീവ് എടുത്ത് ഓർഗനൈസ് ചെയ്ത് ഒരു ബിസിനസ് റൺ ചെയ്യുകയാണെങ്കിൽ അവർ വിളിക്കുന്ന പേരാണ് വുമൺ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അവർക്ക് വേണ്ട ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എന്തൊക്കെ നോക്കാം. എന്തൊക്കെ വേണം? വില്ലിങ്നെസ് ടു ഫേസ് ചാലഞ്ച് ഫേസ് ചെയ്യാനുള്ള ഒരു വില്ലിങ്നെസ്, അത് അത്യാവശ്യമാണ്. അതേപോലെ എന്താണ്? എഫോർട്ട് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്. അവർ വിചാരിച്ചിരിക്കുന്ന ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനുള്ള എഫേർട്ട് അവരെടുത്തിരിക്കണം, ഓൺട്രപ്രണേഴ്സ് എടുത്തിരിക്കണം. ആസ്പിറേഷൻ ടു റീച്ച് ഹൈ ലെവൽസ്. ഇനി ഉയരങ്ങളിൽ എത്തണമെന്നൊരു ആസ്പിറേഷൻ ഉള്ളിലുണ്ടായിരിക്കണം. ഇൻ്റലിജൻ്റ് ആയിരിക്കണം, പേഷ്യൻസ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള സ്കില്ലുണ്ടായിരിക്കണം. ഡിസൈർ ടു ഗൈഡ് ആൻഡ് ലീഡ് അതേഴ്സ്. നമുക്ക് ഗൈഡ് ചെയ്യാനും അതേപോലെ മറ്റുള്ളവർ ലീഡ് ചെയ്യാനുള്ള റൈറ്റ് അല്ലെങ്കിൽ ഒരു ഡിസയർ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയും ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എന്തായിരിക്കണം? ഉറപ്പായിട്ട് ആ ഒരു വുമൺ ഓൺട്രപ്രണേഴ്സിന് ഉണ്ടായിരിക്കണം. അടുത്തത് എന്തൊക്കെ പ്രോബ്ലംസാണ് ഈ വുമൺ ഓൺട്രപ്രണേഴ്സ് ഫേസ് ചെയ്യേണ്ടി വരിക? ഫസ്റ്റ് വൺ ആണ് എന്താണ്? ഫിനാൻഷ്യൽ പ്രോബ്ലംസ്. ഈ മിക്ക വുമൺ ഓൺട്രപ്രണേഴ്സിനും വരുന്ന ഒന്നാണ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. അപ്പോൾ ഫിനാൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വുമൺ ഓൺട്രപ്രണേഴ്സ് കുറേ തന്നെ ഫിനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഓവർ ഡിപ്പെൻഡൻസ് ഓൺ ഇൻ്റർമീഡിയറീസ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഓൺട്രപ്രണേഴ്സ് വരുമ്പോൾ മിഡിൽ മാനെ നന്നായിട്ട് അവർ ഡിപ്പെൻഡ് ചെയ്യണ്ടാവും. കാരണം എല്ലാ സ്ഥലത്തേക്കും എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കൂടുതൽ മിഡിൽ മാൻ ഉൾപ്പെടുത്തും. പക്ഷേ ഓവറായിട്ട് ഈ മിഡിൽ മാനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് കുറയും. അപ്പോൾ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് നടത്താൻ പറ്റില്ല. അടുത്ത ഹെവി കോമ്പറ്റീഷൻ. നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് ബിസിനസ്സിൽ വളരെയധികം കോമ്പറ്റീഷൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ, സ്റ്റിഫായിട്ടുള്ള കോമ്പറ്റീഷൻ തന്നെ വുമണിന് ഫേസ് ചെയ്യേണ്ടി വരും. ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ എന്താണ് അനദർ പ്രോബ്ലം? എന്താണ്? ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ്. കാരണം ഈ ഗവൺമെൻറ് സബ്സിഡീസൊക്കെ ഗ്രാൻഡ് ചെയ്യണമെങ്കിൽ പോലും അതൊക്കെ ആ ഒരു ബിസിനസ്സിന് ഇനീഷ്യൽ സ്റ്റേജിൽ മാത്രമായിരിക്കും. പിന്നീട് അങ്ങോട്ട് അവരുടെ ഹെൽപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ താങ്ങാനുള്ള ശേഷി ചിലപ്പോൾ വുമൺ ഉണ്ടായെന്ന് വരില്ല. പിന്നെ ഫാമിലി മാറ്റേഴ്സ്. എപ്പോഴും ഫാമിലി നല്ലൊരു സപ്പോർട്ട് അവർക്ക് ഉണ്ടാവണം നിർബന്ധമില്ല. അത് മാത്രമല്ല കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വരുമ്പോൾ ഇതിൽ നിന്ന് പിൻവാങ്ങാൻ അല്ലെങ്കിൽ ഒരു ബാക്കിലേക്കൊരു ഫോഴ്സ് കൂടുതലായിരിക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ നിന്ന്. അത് ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ. കൃത്യമായിട്ടുള്ള ഇപ്പോഴും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് ഇപ്പോഴും മിക്ക വുമൺ എന്നാണ് ഇല്ലിറ്ററേറ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഇപ്പോഴത്തെ ബിസിനസ് ടെക്നോളജി മാർക്കറ്റെ പറ്റി കൂടുതൽ അറിവുകളൊന്നും ഇവർക്കില്ല എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്? സോഷ്യൽ ആറ്റിറ്റ്യൂഡ്. അതേപോലെ തന്നെ സോഷ്യൽ ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ ഒരു പെണ്ണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഇപ്പോൾ പറയും അത് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒരു സോഷ്യൽ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ബിസിനസ് സാധനം വുമണ് ചേർന്നല്ല എന്ന രീതിയിലുള്ള സോഷ്യൽ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതൊരു പ്രശ്നമാണ്. പിന്നെ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണത്? നമ്മുടെ രാജ്യം നമുക്കറിയാം ഒരു മെയിൽ ഡോമിനേറ്റഡ്, ആണുങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സൊസൈറ്റി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ പ്രോബ്ലംസ് വുമൺ ഫേസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത എന്തൊക്കെയൊക്കെയാണ് സൊല്യൂഷൻ? ഇനി എങ്ങനെയൊക്കെ നമുക്ക് ഇതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും? ഗവൺമെൻറ് നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുക, കൃത്യമായിട്ടുള്ള റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുക, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ്, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നടത്താനുള്ള എഡ്യൂക്കേഷൻ കാര്യങ്ങൾ കൃത്യം കൊടുക്കുക, അതേപോലെ തന്നെ സോഷ്യൽ ചേഞ്ച്, സോഷ്യലായിട്ടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുക, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക, ഫാമിലിയിൽ നിന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക, അതേപോലെ സൊസൈറ്റി അവരെ സപ്പോർട്ട് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഈ വുമൺ ഓൺട്രപ്രണേഴ്സിനുള്ള സൊല്യൂഷൻ, ഈ പ്രോബ്ലംസ് ഫേസിന് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ്. അപ്പോൾ ഈ മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസിൻ്റെ ഷോർട്ട് ഫോം ആണ് MSME. എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ വാട്ട് ഈസ് MSME എന്ന് ചോദിക്കും. അപ്പോൾ പേടിക്കേണ്ട, എന്താണ് MSME? മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ്. ഓക്കെ, അപ്പോൾ the micro, small and medium enterprises are playing an important role in the economic development of a country. നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ ഏറ്റവും നല്ല റോള് പ്ലേ ചെയ്യുന്ന ഒരു എൻ്റർപ്രൈസാണ് ഈ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദേ പ്രൊവൈഡ് ഹ്യൂജ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ടു ബോത്ത് റൂറൽ ആൻഡ് അർബൻ പീപ്പിൾ. അപ്പോൾ ഇവർ നല്ല രീതിയിലുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ഉണ്ട്, അത് റൂറൽ പീപ്പിളിനായിക്കോട്ടെ അർബൻ പീപ്പിളിനായിക്കോട്ടെ. ഇറ്റ് റിക്വയർ ഓൺലി ലെസ് ക്യാപിറ്റൽ. ഏറ്റവും വലിയ ഈ MSMEയുടെ പ്രത്യേകത എന്താണ്? ഇവർ കുറച്ച് ക്യാപിറ്റൽ മാത്രം മതി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. എന്തൊക്കെയാണ് ഇവരുടെ മെയിൻ ഫീച്ചേഴ്സ് നോക്കാം. ഒന്നാമത്തെ ഫീച്ചേഴ്സ് ഓഫ് MSME വെച്ചാലും അതേപോലെ റോൾ ഓഫ് MSME വെച്ചാൽ രണ്ടും ഒന്നനെ ഇത് വെച്ചാൽ മതി.
ഫസ്റ്റ് പോയിന്റ് ആണ് സ്മോൾ ഇൻവെസ്റ്റ്മെൻറ്റ്. വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം മതി നമുക്ക് ഈ ഒരു MSME സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ലേബർ ഇൻറ്റൻസീവ്, നല്ല ഇതിൽ കുറേ പേർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് കൊടുക്കാൻ പറ്റും, നിറയെ ലേബേഴ്സ് നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഷോർട്ട് പീരീഡ് ഫോർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതേപോലെ തന്നെ ഇങ്ങനെയുള്ളൊരു മൈക്രോ അല്ലെങ്കിൽ സ്മോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം മാത്രം മതി, അതിന് കുറേ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ദ ക്രിയേറ്റ് എക്കണോമിക് സ്റ്റെബിലിറ്റി, എന്താണ് അവരെ എക്കണോമിക് സ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ബെറ്റർ യൂസ് ഓഫ് ലോക്കൽ റിസോഴ്സസ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ലോക്കൽ റിസോഴ്സ് നല്ല രീതിയിൽ യൂസ് ചെയ്യുക. റിഡക്ഷൻ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, ആൾക്കാർക്ക് ജോലിയില്ല അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതേപോലെ എല്ലാവർക്കും സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാലൻസ്ഡ് റീജിയൽ ഡെവലപ്മെൻറ്റ്, ഇങ്ങനെ വരുമ്പോൾ അർബൺ ഏരിയ മാത്രമല്ല റൂറൽ ഏരിയയും കൂടി ഡെവലപ്പായി വരും. പിന്നെ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, നമ്മുടെ രാജ്യത്തെ GDP ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ MSME എന്ന് പറയുമ്പോൾ എപ്പോഴും എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബിസിനസ് റൺ ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് നോക്കാം. ഒന്നാമത്തെ ലാക്ക് ഓഫ് ഫിനാൻസ്, ഇവർ കുറച്ച് ക്യാപിറ്റൽ മതി എന്ന് പറഞ്ഞു, പക്ഷേ ആ കുറച്ച് ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള ആ ഒരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ ഫിനാൻസിൻ്റെ കുറവ് കൊണ്ട് ചിലപ്പോൾ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സ്കേഴ്സിറ്റി ഓഫ് റോ മെറ്റീരിയൽ, നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ സ്കേഴ്സിറ്റി ഓഫ് റോ മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബിസിനസ് നല്ല രീതിയിൽ നടത്താൻ പറ്റില്ല. പ്രോബ്ലം ഓഫ് മാർക്കറ്റിംഗ് ടെക്നിക്സ് അറിഞ്ഞിരിക്കണം. പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് കൃത്യമായിട്ട് കസ്റ്റമേഴ്സിൽ എത്തണമെങ്കിൽ നല്ല രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് വേണം. ആബ്സെൻസ് ഓഫ് സ്കിൽഡ് മാൻ പവർ, നമുക്കറിയാം ഇങ്ങനെയുള്ള സ്മോൾ സ്കെയിൽ ബിസിനസ്സൊക്കെ നടത്തുക റൂറൽ ഏരിയാസിലേക്കായിരിക്കും. അവിടെ ഇത്രയും സ്കിൽഡ് ആയിട്ടുള്ള മാൻ പവർ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ സ്കിൽഡ് ആണെങ്കിൽ അത് ഉറപ്പായിട്ടും വലിയ വലിയ കമ്പനിയിൽ പോകാനേ ശ്രമിക്കുള്ളൂ. അടുത്ത ആബ്സെൻസ് ഓഫ് പ്രോപ്പർ മെഷീൻ ആൻഡ് എക്യുപ്മെൻറ്റ്സ്, നമ്മുടെ ആ ഒരു കമ്പനിയിൽ നല്ല രീതിയിലുള്ള മെഷീൻസ് എക്യുപ്മെൻറ്റ്സിൻ്റെ ആബ്സെൻസ് ഉണ്ടെങ്കിൽ ബിസിനസ് നടത്താൻ പാടായിരിക്കും. പുവർ പ്രൊജക്റ്റ് പ്ലാനിങ്, ഇപ്പോൾ നമുക്കറിയാം സ്കിൽഡ് ലേബേഴ്സ് ഇല്ല, അപ്പോൾ തന്നെ നല്ല രീതിയിൽ പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യാനുള്ള കഴിവുള്ള ആൾക്കാരൊന്നും ഉണ്ടായെന്ന് വരില്ല. അപ്പോഴും ബിസിനസ് അതിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇനി എങ്ങനെയൊക്കെ നമുക്ക് MSME സെറ്റപ്പ് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഏത് ആക്ടിവിറ്റിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ അത് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ ആക്ടിവിറ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് പ്രൊഡക്റ്റാണ് മാർക്കറ്റ് ചെയ്യാൻ പോണേ ആ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. മാർക്കറ്റ് സർവേ നടത്താം, ആ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ മാർക്കറ്റ് സർവേ നടത്താം. പിന്നെ എന്നിട്ട് എന്ത് ചെയ്യണം, 4ാം സ്റ്റെപ്പിൽ നമ്മുടെ ഓണർഷിപ്പിൻ്റെ ഫോം സെലക്ട് ചെയ്യുക. നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ഫേമായിട്ടാണോ, ലിമിറ്റഡ് കമ്പനി ആയിട്ടാണോ, ഒരു കോപ്പറേറ്റീവ് ആയിട്ടാണോ, എങ്ങനെയാണ് നമ്മുടെ ഓണർഷിപ്പ് അല്ലെങ്കിൽ എങ്ങനെയാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോണത് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്താണ് ഇനി എവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്, ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ഏത് ടെക്നോളജി ഉപയോഗിക്കണത്, പഴയ ടെക്നോളജിയാണോ മീഡിയം ടെക്നോളജിയാണോ അതോ ഹൈടെക് ആയിട്ടുള്ള ടെക്നോളജിയാണോ ഉപയോഗിക്കുന്നത് നോക്കാം. പിന്നെ എന്താണ്, എന്തൊക്കെ ഇൻപുട്ട് ആവശ്യമുണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, ലാൻഡ്, ബിൽഡിംഗ്, മെഷീൻ, റോ മെറ്റീരിയൽ, പവർ, വാട്ടർ, അങ്ങനെ പല പല ആവശ്യങ്ങളുണ്ട്. അങ്ങനെ ഇൻപുട്ട് ഏതൊക്കെ വേണം തീരുമാനിക്കുക. പ്രൊജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക, ഫിനാൻസ് അറേഞ്ച് ചെയ്യുക, അത് കഴിഞ്ഞാൽ ലാസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ ബിസിനസ് രജിസ്റ്റർ ചെയ്യുക. ഇത്രയും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അത് കംപ്ലീറ്റ് ആകും. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു മൊഡ്യൂളിലുള്ളത്, സെക്കൻഡ് മൊഡ്യൂളിലുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഈ വുമൺ ഓൺട്രപ്രണർഷിപ്പും അതേപോലെ തന്നെ ഈ MSME എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ക്ലാസിഫിക്കേഷൻസിൽ നിന്ന് ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ 50 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓൺട്രപ്രണേഴ്സ് ചോദിക്കും.